മൂന്നാമത്തെ ചോദ്യം, let y is equal to set n square n element of n, subset of n. Consider f from n to y as f of n is equal to n square. Show that f is invertible. Find the inverse of f. നമുക്ക് ചോദ്യത്തിൽ ആദ്യമേ തന്നെ y എന്ന് പറയുന്നൊരു സെറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഈ y എന്ന് പറയുന്ന സെറ്റിനകത്ത് n സ്ക്വയർ ആണുള്ളതെന്നും അതായത് n എലമെൻറ്റ് ഓഫ് n ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ ആണ് y എന്ന് പറയുന്ന സെറ്റിനകത്തുള്ളത്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ സ്വാഭാവികമായിട്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തന്നെ ഒരു സബ്സെറ്റുമാണ്. ഈ y നമ്മൾ വീണ്ടും ഫംഗ്ഷനകത്ത് കാണുന്നുണ്ട്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നിൽ നിന്നും വൈയിലേക്കാണെന്ന്. അപ്പോൾ y എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വൈക്കകത്ത് വരുന്നത് എന്നിൻ്റെ സ്ക്വയറുകളാണ്. അതായത് ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് സ്ക്വയറുകളായിട്ടുള്ള നമ്പേഴ്സാണ് വരുന്നത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് വരുന്നത്. എന്ന് മാത്രമല്ല ഈ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു എൻ സ്ക്വയർ എന്നാണ്. അപ്പോൾ എൻ സ്ക്വയർ ആണ് വൈയിലുള്ളത്. y is equal to n സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ ഇമേജസ് ആയിട്ട് വരുന്ന വാല്യൂസ് മാത്രമേ, എൻ സ്ക്വയറുകൾ മാത്രമേ ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈനായ വൈയിലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇവിടെ എഫ് ഫ്രം എൻ ടു എൻ എന്ന് പറയാതിരുന്നതിൻ്റെ കാരണം നമ്മൾ നേരത്തെ 1-1 ഓൺ ടു സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് എഫ് ഫ്രം എൻ ടു എന്നിലേക്ക് വരുന്ന എൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് നമ്മളവിടെ കണ്ട ആ ഫംഗ്ഷൻ നമുക്കറിയാം അതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. അതൊരു 1-1 ഫംഗ്ഷൻ ആണെങ്കിലും അതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. കാരണം ഇവിടെ നമുക്കറിയാം 1ൻ്റെ ഇമേജ് 1 എന്ന് വരുന്നു, പിന്നെ 2ൻ്റെ ഇമേജ് 4 എന്ന് വരുന്നു, പിന്നെ 3യുടെ ഇമേജ് 9 എന്ന് വരുന്നു. ഇതിനിടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒന്നും ഇമേജസ് ആയിട്ട് വരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ് കാണാനായിട്ട് പറയുമ്പോൾ ഇതൊരു 1-1 ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കണം, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കോഡൊമൈനെ ഇതുപോലെ റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു എൻ സ്ക്വയർ. ബട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സാധാരണ ഈ ഫംഗ്ഷനെ തരാറ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്നാണല്ലോ, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്നൊക്കെയാണല്ലോ. എക്സിന് പകരൂടെ എൻ ആണെന്നുള്ള കാര്യം കൂടി ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ എന്നിൻ്റെ ഇമേജിനെ വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് വൈ ഇസ് ഇക്വൽ ടു എൻ സ്ക്വയർ. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈ കിട്ടാൻ പാകത്തിന്. നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർമുലേനെ നേരെ ഇൻവേർട്ട് ചെയ്ത്, അതായത് n കൊടുത്താൽ y കിട്ടാൻ പാകത്തിനാണെങ്കിൽ y കൊടുത്താൽ n കിട്ടാൻ പാകത്തിന് എന്നുള്ള രീതിയിലാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ തിരിച്ച് എഴുതുകയാണെങ്കിൽ n സ്ക്വയർ ഇസ് ഇക്വൽ ടു y. അതായത് y കൊടുത്താൽ n കിട്ടണമെങ്കിൽ n-ൻ്റെ വാല്യൂ നേരെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടിടത്തും ഒന്ന് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അതായത് n ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് y, n ഈക്വൽ ടു റൂട്ട് ഓഫ് y. ഇവിടെ y കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് n കിട്ടും. സ്വാഭാവികമായിട്ടും ഇതായിരിക്കും എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനെ എഫ് ഇൻവേഴ്സ് എന്ന് വിളിക്കാതെ ഇതിനെ നമ്മൾ ജി ഓഫ് വൈ എന്ന് വിളിച്ചിട്ട് നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നും അതുപോലെ തന്നെ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് വൈ ഈക്വൽ ടു വൈ എന്നും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് ഈ ജി എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ന്. അപ്പോൾ അതിവിടെ കണ്ടു നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്, എക്സിന് പകരം എൻ ആയതുകൊണ്ട് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എൻ കാണണം. അതായത് ജി ഓഫ് എഫ് ഓഫ് എൻ, അതായത് ജി ഓഫ് എഫ് ഓഫ് എൻ, എഫ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു എൻ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതായത് ജി ഓഫ് എൻ സ്ക്വയർ. ഇനി വീണ്ടും ജി ഓഫ് എൻ സ്ക്വയർ, ജി ഓഫ് എൻ സ്ക്വയർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ജി ഓഫ് വൈ എന്ന ഫംഗ്ഷനിലേക്ക് നോക്കിയിട്ട് അവിടെ വൈക്ക് പകരം നമ്മൾ എൻ സ്ക്വയർ ചേർക്കണം. അങ്ങനെയാണല്ലോ, കാരണം ഇവിടെ വൈക്ക് പകരം കിടക്കുന്നത് എൻ സ്ക്വയർ എന്നാണല്ലോ ജി എന്ന ഫംഗ്ഷനകത്ത്, എൻ സ്ക്വയറിൻ്റെ ഇമേജ് എന്നുള്ള രീതിയിലാണല്ലോ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ എൻ. ജി കോമ്പോസിറ്റ് എഫിൻ്റെ കീഴിൽ എന്നിൻ്റെ ഇമേജ് n തന്നെ വന്നിരിക്കുന്നു. അതായത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതേപോലെ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് വൈ, അതായത് എഫ് ഓഫ് ജി ഓഫ് വൈ, അതായത് എഫ് ഓഫ് ജി ഓഫ് വൈ, ജി ഓഫ് വൈ നമ്മൾ കണ്ടുപിടിച്ചു.
റൂട്ട് വൈ. ഈ സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് എൻ എന്ന ഫംഗ്ഷനിലേക്ക് നോക്കും. എഫ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു എൻ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എഫ് ഓഫ് റൂട്ട് വൈ. എന്ന് മാറ്റിയിട്ട് അതിന് പകരം റൂട്ട് വൈ എന്നാക്കുന്നു. കാരണം നമുക്ക് വേണ്ടത് എഫ് ഓഫ് റൂട്ട് വൈ എന്നാണല്ലോ. അതായത് റൂട്ട് വൈയുടെ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് വൈയുടെ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് വൈയുടെ സ്ക്വയർ വൈ ആണ് നമുക്കറിയാം. അതായത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു വൈ എന്ന് കിട്ടിയിരിക്കുന്നു. മാർക്കിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്സ് എഴുതാറ്. ഒരു 3 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഫുൾ സ്റ്റെപ്പുകൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ തന്നെ ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു റൂട്ട് വൈ എന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ആയിക്കഴിഞ്ഞു. പിന്നെ വീണ്ടും ഈ ജി എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ഫൈനൽ ആൻസറായിട്ട് പറയുന്നത് ജി എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് ആണെന്നും എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ വൈയുടെ ഇമേജ് എന്ന് പറയുന്നത് റൂട്ട് വൈ എന്ന് വരും എന്നുമാണ് നമ്മളിവിടെ പറയുന്നത്.